ഏറ്റവും വലിയ കരിമയുള്ള ഈ പണ്ഡിതന്മാരില്ല. എല്ലാത്തിനും അതിന്റെ സ്ഥാനമുണ്ട്. ഓരോരുത്തർക്കും നിർവഹിക്കാവുന്ന വലിയ വലിയ റോളുകളുണ്ട്. ഇത് പരസ്യമായിട്ട് പ്രസംഗിക്കുകയാണ്. വാഫി വിഷയത്തിൽ എന്താ ചെയ്തത്? എന്താ ചെയ്യേണ്ടത്? കേട്ടല്ലോ. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാവുന്ന കാലത്ത് അതിനേക്കാൾ മഹാപണ്ഡിതന്മാരുണ്ട്. എന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോശമായിരുന്നു? എന്താണ് ഈ ഷാജി പറഞ്ഞു വെക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്ന സമയത്ത് വലിയ വലിയ പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. പക്ഷെ അവരെ ഒന്നും ആക്കിയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്കി. എന്താ ഷാജി ഉദ്ദേശിക്കുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഇതൊന്നും അറിയില്ല എന്നാണ്, അദ്ദേഹത്തിന് അറിവില്ല എന്നാണ്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിരവധി അറിവുള്ള പണ്ഡിതന്മാരുണ്ടെങ്കിലും സാദിഖലി തങ്ങൾക്കാവാം അറിവില്ലെങ്കിലും. ഇതാണ് ആക്കിയ കാവിക്ക് അറിവുണ്ട്, വിവരമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം വിവരമില്ലാത്ത ആൾക്കും കാവിയാവാം, അറിവില്ലാത്ത ആൾക്കും കാവിയാവാം എന്നതിനെ തെളിവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ ഷാജി ആരാ? ആലോചിക്കണം നിങ്ങൾ. വാഫി വിഷയത്തിൽ എന്ത് ചെയ്തു? ചോദ്യ സമസ്തക്കാരെ ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഈ മുജാഹിദിനോട് എന്തിനാ സമസ്ത ഉണ്ടാക്കിയേ? ഈ പുത്തനാശയക്കാരെ എതിർക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ മുജാഹിദ് മൂരി ഷാജിയോട് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണ്ടേ? എവിടെ? ഇതുപോലുള്ള നാരികൾക്കെതിരെ സംസാരിച്ചാൽ ഉമർ ഫൈസി മുക്കത്തെ പോലുള്ള പണ്ഡിതന്മാർക്കെതിരെ കുറച്ചു ചാടാൻ ആക്രോശിക്കാൻ വലിയ ആവേശമാണ്. എന്നാൽ സമസ്ത എന്തിനുണ്ടായോ അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് സമസ്തയെ വ്യതിചലിപ്പിക്കാനും സമസ്തയെ തകർക്കാനും വേണ്ടിയിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ഷാജിമാരെയോ ഉണ്ടില്ല. നമ്മുടെ വിഷയം അതായിരുന്നില്ല. പാണക്കാട് തങ്ങളെ അതെ, എന്തായാലും ഇതൊരു കമ്മ്യൂണിസ്റ്റ് വക്താവാണ് ഇപ്പോൾ ഈ പറയേണ്ടത്. ഇങ്ങനെ പല ആളുകളും സമസ്തനെ ഈ രൂപത്തിൽ പറയാനുള്ള ഇടയാക്കിയ കാരണം പച്ചയായ പുത്തൻവാദിയായ ഷാജി പോലുള്ള ആൾ തന്നെയാണ്. ഒന്നേ പറയാനുള്ളൂ, ബഹുമാനപ്പെട്ട ലീഗ്, ഞങ്ങളുടെ ലീഗ്, ഞങ്ങളെ മാണികക്കല്ല് പോലെ സ്നേഹിക്കുന്ന പാണക്കാട് സയ്യിദന്മാരും ബാഫക്ക് തങ്ങളും ബോഗയ തങ്ങളും ഉണ്ടാക്കിയ ഞങ്ങളെ ലീഗിനെ ഈ കോലത്തിൽ വഹാബികളുടെയും പുത്തൻവാദികളുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സ്ലീപ്പർ സെല്ലായിട്ട് അതിനെ ലീഗിനെ തന്നെ ഭിന്നിപ്പിക്കുകയും അതുവഴി സമസ്തയിൽ ജിദ്രത ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് 100 കൊല്ലത്തോളമായിട്ട് കേരളത്തിലെ വഹാബിസത്തിനും ജമാഅത്ത് ഇസ്ലാമിക്കും കാര്യം വെളിവായപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും മറ്റും ലീഗിൽ കയറിക്കൂടി, വഹാബികളും ലീഗിൽ കയറിക്കൂടി ലീഗിൽ തന്നെ ഭിന്നിപ്പിക്കുകയും ആ കോലത്തിലെങ്കിലും അവസാനം സമസ്തയെ തകർക്കാനുള്ള നിന്ന ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ലീഗുകാരായ സമസ്ത സ്നേഹിക്കുന്ന ലീഗുകാർ അതിന് ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് കൃത്യമായി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു.